മഹാകുംഭമേള. എന്താണ് മഹാകുംഭമേള? കുംഭമേളയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ പലതാണ്. കുംഭം എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം കുടം അല്ലെങ്കിൽ പാത്രം എന്നാണ്. എക്കാലത്തും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ദേവാസുരന്മാർ അമരത്വം നേടാൻ മോഹവുമായി ഒത്തുചേർന്നു. മരണത്തെ ജയിക്കാനുള്ള അമൃത് നേടുന്നതിനായി പാലാഴി കടഞ്ഞു. ഒടുവിൽ ലഭിച്ച അമൃതകുംഭം കൈക്കലാക്കാനായി തർക്കമായി. ഇതിനിടെ അമൃത് അസുരന്മാർക്ക് ലഭിക്കാതിരിക്കാൻ ഇന്ദ്രന്റെ മകൻ ജയന്ത് അതുണ്ടായിരുന്ന കലവുമായി ഓടിയെന്നാണ് ഒരു കഥ. ഇതോടെ സൂര്യനും അവന്റെ മകൻ ശനിയും ബൃഹസ്പതിയും ചന്ദ്രനും ജയന്തിന്റെ പിന്നാലെ ഓടി. ജയന്ത് 12 ദിവസം ഓടിയെന്നും അപ്പോൾ ഹരിദ്വാർ, പ്രയാഗ്രാജ്, ഉജ്ജയിൻ, നാസിക്, ത്രയംബകേശ്വർ എന്നീ 4 സ്ഥലങ്ങളിൽ അമൃത് ഒഴുകിയെന്നുമാണ് വിശ്വാസം. ദേവന്മാരുടെ ഒരു ദിവസം എന്നത് മനുഷ്യരുടെ ഒരു വർഷമാണ്. അങ്ങനെ സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം എന്നിവയുടെ ആപേക്ഷിക സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കി ഓരോ 12 വർഷത്തിലും ഈ സ്ഥലങ്ങളിൽ കുംഭമേള ആഘോഷിക്കുന്നുവെന്നാണ് ഒരു ഐതിഹ്യം. അമൃതൊഴുകിയെന്ന് വിശ്വസിക്കുന്ന 4 സ്ഥലങ്ങളും നദികളുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹരിദ്വാറിൽ ഗംഗയും പ്രയാഗ്രാജിൽ ഗംഗ, യമുന, പുരാണത്തിലെ അദൃശ്യ നദിയായ സരസ്വതി. ഹരിദ്വാറിൽ ഗംഗയും പ്രയാഗ്രാജിൽ ഗംഗ, യമുന, പുരാണത്തിലെ അദൃശ്യ നദിയായ സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനവും. ഹരിദ്വാറിൽ ഗംഗയും പ്രയാഗ്രാജിൽ ഗംഗ, യമുന, പുരാണത്തിലെ അദൃശ്യ നദിയായ സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനവും. ഉജ്ജയിനിയിൽ ക്ഷിപ്രയും, നാസിക്, ത്രയംബകേശ്വർ. ഹരിദ്വാറിൽ ഗംഗയും പ്രയാഗ്രാജിൽ ഗംഗ, യമുന, പുരാണത്തിലെ അദൃശ്യ നദിയായ സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനവും. ഉജ്ജയിനിയിൽ ക്ഷിപ്രയും, നാസിക്, ത്രയംബകേശ്വറിൽ ഗോദാവരിയുമാണ്. ഈ നദികളിൽ മുങ്ങിക്കുളിച്ചാൽ ജന്മജന്മാന്തരങ്ങളായി ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളിൽ നിന്നും മോചനം നേടി മോക്ഷം പ്രാപിക്കാനാകും എന്നാണ് വിശ്വാസം. അമൃതിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ അസുരന്മാരെ ദേവന്മാർ തോൽപ്പിച്ചു. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം ഗരുഡൻ അമൃതകുംഭത്തെ മഹാമേരു പർവ്വതത്തിന്റെ അടിയിൽ കുഴിച്ചിട്ടു എന്നാണ് മറ്റൊരു കഥ. അമൃത് എന്നതിന് ജ്ഞാനം എന്നും അർത്ഥമുണ്ട്. അമൃതിന്റെ മർദ്ദത്തിന്റെ ഫലമായി ഓരോ 12 വർഷം കൂടുമ്പോഴും അതിൻ്റെ ഒരു അംശം ഭൗമാന്തർഭാഗത്തു കൂടി ഈ 4 പുണ്യസങ്കേതങ്ങളിലെ നദീജലത്തിൽ കലരും എന്നാണ് വിശ്വാസം. ഇതേപോലെ അമൃതിനായി ദേവന്മാരും അസുരന്മാരും 12 ദിവസം യുദ്ധം നടത്തിയെന്നും അതിനിടെ കുംഭത്തിൽ നിന്ന് 4 തുള്ളികൾ ഭൂമിയിൽ പതിച്ചുവെന്നും മറ്റൊരു ഐതിഹ്യവുമുണ്ട്. എന്തായാലും നദികളിൽ മുങ്ങിക്കുളിച്ച് മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് മിക്കവരും ഇവിടെ എത്തുന്നത്. തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് ഇടവേളയെടുത്ത് ആത്മീയ പാതയിൽ ഇത്തിരിക്കാലം ജീവിക്കുക എന്ന ലക്ഷ്യത്തിലെത്തുന്നവരുമുണ്ട്. എന്തായാലും ലോകമെമ്പാടുമുള്ള സന്യാസ ശ്രേഷ്ഠർ മുതൽ ഗവേഷകർ വരെ കുംഭമേളയുടെ ഭാഗമാണ്. വിവിധ തരത്തിലുള്ള സംഭാവനകൾ ഇവിടെ നൽകുന്നവരുണ്ട്. കുംഭം നിറയെ നെയ്യോ മറ്റോ ഇവിടെ ദാനം ചെയ്യുന്നത് പുണ്യം നൽകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. നിരവധി ആളുകൾ എത്തുന്നതിനാൽ പ്രാദേശിക ജനതയുടെ വിപണിക്കും പുത്തൻ ഉണർവ് നൽകുന്നതാണ് കുംഭമേള. ചരിത്രപരമായി വെനീഷ്യൻ നാണയങ്ങളും യൂറോപ്യൻ കളിപ്പാട്ടങ്ങളും മേള മാർക്കറ്റുകളിൽ കണ്ടതായി രേഖകളുണ്ട്. കുംഭമേള നടക്കുമ്പോൾ ലോകമെമ്പാടും നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തും. ഭാരതത്തിലെ വിദൂര ഗ്രാമങ്ങളിൽ നിന്നും ചെറുപട്ടണങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും കോടിക്കണക്കായ മനുഷ്യർ, ഹിമാലയത്തിൽ നിന്ന് ഏകാന്ത താപസർ, സന്യാസ സംഘങ്ങളായ അഖാഡകളുടെ ഘോഷയാത്രകൾ, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും കുംഭമേളയുടെ രഹസ്യം തേടി വിദേശ സഞ്ചാരികൾ തുടങ്ങി ഗംഗാതീരത്ത് ആ ദിനങ്ങളിൽ വൈവിധ്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നടക്കും. ഉയരുന്ന നാമസങ്കീർത്തനങ്ങളിൽ ഹിന്ദിയും സംസ്കൃതവും ബംഗാളിയും ഗുജറാത്തിയും മറാത്തയും തെലുങ്കും കന്നഡയും ഉൾപ്പെടെ എല്ലാ ഭാഷകളും ഉണ്ട്. രാജ്യത്തെ വിവിധ പ്രദേശങ്ങളുടെ പ്രാതിനിധ്യമുള്ള മറ്റൊരു മനുഷ്യ സംഗമം കുംഭമേളയല്ലാതെ മറ്റൊന്നില്ല. മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് നേടിക്കൊടുക്കാൻ പോകുന്ന വരുമാനം ഏകദേശം 2 ലക്ഷം കോടി രൂപയായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. മഹാകുംഭമേള എന്ന പേരിൽ പുതിയ ജില്ലയുൾപ്പെടെ രൂപവൽക്കരിച്ചാണ് ഉത്തർപ്രദേശ് സർക്കാർ ഉത്സവം സംഘടിപ്പിക്കുന്നത്. ഇവിടെ 50 ലക്ഷം മുതൽ 1 കോടി തീർത്ഥാടകരെ വരെ ഉൾക്കൊള്ളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 4000 ഹെക്ടർ സ്ഥലത്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് നേടിക്കൊടുക്കാൻ പോകുന്ന വരുമാനം ഏകദേശം 2 ലക്ഷം കോടി രൂപയായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. മഹാകുംഭമേള എന്ന പേരിൽ പുതിയ ജില്ലയുൾപ്പെടെ രൂപവൽക്കരിച്ചാണ് ഉത്തർപ്രദേശ് സർക്കാർ ഉത്സവം സംഘടിപ്പിക്കുന്നത്. ഇവിടെ 50 ലക്ഷം മുതൽ 1 കോടി തീർത്ഥാടകരെ വരെ ഉൾക്കൊള്ളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 4000 ഹെക്ടർ സ്ഥലത്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. പാർക്കിംഗ് ഏരിയ മാത്രം 1850 ഹെക്ടറിലാണ്. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് വിലയിരുത്തപ്പെടുന്ന 40 കോടി ജനങ്ങളിൽ
ഓരോരുത്തരും 5000 രൂപ വെച്ച് ചെലവാക്കിയാൽ തന്നെ മേളയിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനം 2 ലക്ഷം കോടി രൂപയായിരിക്കും.